മറ്റൊരു വാർത്തയിലേക്ക് പോയാൽ അത് ഇടുക്കിയിൽ നിന്നുള്ള വാർത്തയാണ്. കഴിഞ്ഞ ദിവസം 24 തന്നെ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട നമ്മൾ ഈ നിയമലംഘനങ്ങളെയൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തുവിട്ടിരുന്നു. അപ്പോൾ ഇടുക്കി പരുന്തുംപാറയിലേക്ക് ആണ് നമ്മളിനി പോകുന്നത്. കയ്യേറ്റ ഭൂമിയിൽ ഇന്ന് റവന്യൂ വകുപ്പ് ഡിജിറ്റൽ സർവേ തുടങ്ങുന്നുണ്ട്. മഞ്ചുമല പീരുമേട് വില്ലേജുകളിലാണ് സർവേ നടക്കുക. മേഖലയിലെ സർക്കാർ ഭൂമി അളന്നു തിട്ടപ്പെടുത്തുകയും ചെയ്യും. വിവരങ്ങളുമായി കട്ടപ്പനയിൽ നിന്ന് രാഹുൽ വിജയനാണ് ചേരുന്നത്. രാഹുൽ, വെരി ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ഡിജിറ്റൽ മേഖലയിൽ ഒരുപാട് മുന്നേറ്റം നടത്തുമ്പോൾ നമ്മുടെ സർവേകളും ഡിജിറ്റൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്രത്യേകിച്ച് ഈ കയ്യേറ്റ ഭൂമിയൊക്കെ കണ്ടെത്താനുള്ള ആ ഒരു കാര്യത്തിനും നമ്മൾ ഡിജിറ്റൽ സർവേയെ ആശ്രയിക്കുന്നുണ്ട്. ഇന്ന് എവിടെയൊക്കെയാണ് സർവേ നടക്കുന്നത്? ഏതൊക്കെ തരത്തിലുള്ള ക്രമീകരണങ്ങളാണ് നടത്തിയിരിക്കുന്നത്? കൃഷിന മഞ്ചുമല വില്ലേജിലെ 441 സർവേ നമ്പർ, അതുപോലെ തന്നെ പീരുമേട് വില്ലേജിലെ 534 സർവേ നമ്പറുകളിൽപ്പെടുന്ന സ്ഥലത്താണ് വിശദമായ പരിശോധന ഇന്ന് നടക്കുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സർക്കാർ ഭൂമി കയ്യേറി നിർമ്മിച്ചിട്ടുള്ള അനധികൃത കയ്യേറ്റങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് ഈ സർവേ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇവിടെയുള്ള രേഖകളെല്ലാം തന്നെ അനധികൃതമായി കയ്യേറിയിരിക്കുന്നതിന്റെ രേഖകളെല്ലാം തന്നെ വിശദമായി തന്നെ പരിശോധിക്കും എന്നുള്ളതാണ് അറിഞ്ഞിരിക്കുന്നത്. പീരുമേട് വില്ലേജിലെ സർവേ നമ്പർ ഉപയോഗിച്ച് മഞ്ചുമല താലൂക്കിൽ അതേ സ്ഥലത്ത് തന്നെ അതേപോലെ സ്ഥലമുണ്ടാക്കി അവിടെയാണ് ഈ കയ്യേറ്റങ്ങളെല്ലാം നടത്തിയിരിക്കുന്നത്. അതായത് സർക്കാർ ഭൂമി കയ്യേറാൻ മറ്റൊരു വില്ലേജിലെ തന്റെ പേരും സർവേ നമ്പറും ഉൾപ്പെടെ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ആക്ഷേപം നിലനിൽക്കുന്നത്. അതുപോലെ തന്നെ പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നത്. ഇത് ശരിയാണോ എന്ന് കണ്ടെത്താൻ വേണ്ടിയാണ് ഈ പ്രത്യേക സർവേ സംഘത്തിന്റെ പരിശോധന. അതിനുവേണ്ടി പ്രത്യേക സംഘത്തെ കളക്ടർ നിയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. 3 ടീമുകളായിട്ടാണ് ഇന്ന് ഈ മഞ്ചുമല വില്ലേജിലെ ഈ ഡിജിറ്റൽ സർവേ നടക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ മഞ്ചുമല വില്ലേജിൽ 441 സർവേ നമ്പറിൽ പെടുന്ന സ്ഥലത്ത് ചങ്ങനാശ്ശേരി തൃക്കൂടിത്താനം സ്വദേശി സജിത്ത് ജോസഫ് അനധികൃതമായി നിർമ്മിച്ച കുരിശ് പൊളിച്ചിരുന്നു. മാത്രമല്ല അതിനോട് ചേർന്ന് നിർമ്മിച്ചിരിക്കുന്ന റിസോർട്ടുമായി ബന്ധപ്പെട്ടുള്ള വലിയ ആക്ഷേപം ഒക്കെ നിലനിൽക്കുന്നതാണ്. ഇതുൾപ്പെടെ സർക്കാർ ഭൂമിയിലാണ് എന്ന് സ്ഥിരീകരിക്കുന്നതിനും ഉറപ്പുവരുത്തുന്നതിനും വേണ്ടി ഈ സർവേ നടപടികൾ കൊണ്ട് കഴിയും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ രേഖകളുടെ പരിശോധനയും പുരോഗമിക്കും. മാത്രമല്ല കളക്ടർ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദമായിട്ടുള്ള കാര്യങ്ങൾ ഓരോ ദിവസവും അന്വേഷണ സംഘത്തോട് റിപ്പോർട്ടായി നൽകാൻ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. റവന്യൂ മന്ത്രിയും ഈ വിഷയത്തിൽ പരുന്തുംപാറ വിഷയത്തിൽ ഒരാഴ്ചയ്ക്കകം റിപ്പോർട്ട് പൂർത്തീകരിച്ച് സമർപ്പിക്കാനും നിർദ്ദേശം നൽകിയിട്ടുള്ളതാണ്. ശരി, രാഹുൽ വിജയനാണ് വിശദാംശങ്ങളുമായി ചേർന്ന്. മനുഷ്യരുടെ കേസിൽ നമ്മൾ കുമ്പിടിന്ന് കേട്ടിട്ടുണ്ട്, അവിടെയും കണ്ടു ഇവിടെയും കണ്ടു എന്ന് പറയുന്ന പോലെ ഒരു സ്ഥലം അവിടെയും ഉണ്ട് ഇവിടെയും ഉണ്ട്. അപ്പോൾ ഈ സ്ഥലം ശരിക്കും എവിടെയാണ്, ഇത് സർക്കാർ ഭൂമിയാണോ, ഇതിൽ കയ്യേറ്റം നടന്നിട്ടുണ്ടോ, ഇതൊക്കെ കണ്ടെത്തുന്നതിനാണ് നമ്മൾ ഡിജിറ്റൽ സർവേ നടത്തുന്നത്. പീരുമേട് മാത്രമല്ല നിയമലംഘനം നടത്തി അതിലിനി മറ്റൊരു പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ അവിടെ കുരിശ് നാട്ടിക്കൊണ്ടുള്ള മറ്റൊരു നാടകമൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ എന്തായാലും നമ്മുടെ ദൃശ്യങ്ങൾ കയ്യിലുള്ളത് കൊണ്ട് നമ്മൾ മുൻപ് തന്നെ ആ ദൃശ്യങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുള്ളത് കൊണ്ട് തെളിവ് സഹിതമാണ് നമ്മൾ ആ വാർത്ത നൽകിയത്. അതുകൊണ്ടാണ് അത് പൊളിച്ചു മാറ്റാനുള്ള നടപടികളിലേക്കൊക്കെ ഇന്നലെ അധികൃതർ കടന്നത്.